ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിന്റെ ഓണപരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സിലബസ് ഒക്കെ മാറിയിട്ടുണ്ട്, അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ ഫോമാറ്റും മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 1, വരയ്ക്കാം എഴുതാം. ചോദ്യം എ, വീടിന്റെ ചിത്രം പൂർത്തിയാക്കാം, നിറം കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഓരോ കള്ളികൾ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒരു ഭാഗം എത്രയാണോ തന്നിട്ടുള്ളത് അതേ ഫോർമാറ്റിൽ തന്നെ മറുഭാഗത്തേക്കും വരച്ചു യോജിപ്പിക്കുക. അപ്പൊ ഏകദേശം ദാ ഇങ്ങനെ വരും ചിത്രം. എന്നിട്ട് എന്ത് ചെയ്യാം, മനോഹരമായിട്ടുള്ള നിറവും കൊടുത്ത് വീട് നിങ്ങൾക്ക് ഭംഗിയാക്കാവുന്നതാണ്. അതിൽ തന്നെയുള്ള ചോദ്യം ബി, എണ്ണി എഴുതാം. നമുക്കിവിടെ വിവിധ രൂപങ്ങൾ ഉപയോഗിച്ച് ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ഇതില് ഓരോ രൂപങ്ങളും എത്ര എണ്ണം വീതമുണ്ടെന്ന് എണ്ണി എഴുതാനാണ് ചോദ്യം. ആദ്യത്തെ രൂപം ഏതാണ്? വൃത്തമാണല്ലേ. അപ്പൊ വൃത്തം എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കൂ മക്കളെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 11 വൃത്തങ്ങളാണ് ഉള്ളത്. ഇനി ചതുരം, എത്ര ചതുരങ്ങളുണ്ട് എണ്ണി നോക്കൂ മക്കളെ. 1, 2, 3, 4, 5, 6, 7, 8, 9 ചതുരങ്ങളാണ് ഉള്ളത്. ഇനി എത്ര ത്രികോണങ്ങളുണ്ട്? 1, 2, 3, 4. 4 ത്രികോണങ്ങളാണ് ഉള്ളത്. പ്രവർത്തനം 2, സംഖ്യയുണ്ടാക്കാം. അതിലെ ചോദ്യം എ, വിട്ടുപോയ കളം പൂർത്തിയാക്കൂ. അതിൽ തന്നെ 5 കളങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ എ 10, 10, 10, 3 10, പിന്നെ 1 1 1 1. 3 10 4 1 ചേർന്നാല് എത്രയാണ്? 3 10 ചേരുമ്പോൾ 30, അതിലേക്ക് 4 1 കൂടെ കൂട്ടുമ്പോൾ 34. ബി 10 പിന്നെ അതിലേക്ക് 4 1. ഒരു 10 എന്ന് പറയുമ്പോൾ 10, പിന്നെ അതിലേക്ക് 4 1 കൂടെ കൂട്ടുമ്പോൾ 14. മൂന്നാമത്തേത് സി, 2 10കൾ അല്ലെ. അപ്പൊ 10 പിന്നെ എത്രയാണ് ചെയ്യേണ്ടത്? ഉത്തരം അവിടെ ഉണ്ട്, 23. അപ്പൊ 2 10 ബാക്കി 3 1കളും 3 1. ഓക്കെ. പിന്നെ ഡി 4 1കളുണ്ട്, പിന്നെ 44 ഉത്തരം വരേണ്ടത്. അപ്പൊ എത്ര 10 വേണം? 4 10കൾ വേണം. 4 10 4 1 വേണ്ടത്. അവസാനത്തേത് 36 ഉത്തരം. അതിൽ 6 1കളുണ്ട്. എത്ര 10കളുണ്ട്? 3 10കളാണ് ഉള്ളത്. 3 10 6 1 ചേരുമ്പോഴാണ് 36 ആവുക. ഇതിൽ തന്നെയുള്ള ചോദ്യം ബി, ഈ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതും. അപ്പൊ നമുക്ക് കിട്ടിയ സംഖ്യകൾ ഏതൊക്കെയായിരുന്നു? 34, 14, 23, 44, 36. ഈ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എങ്ങനെ എഴുതാം? ഏറ്റവും ചെറിയ സംഖ്യ ഇതിൽ 14 ആണ്. പിന്നെ 23, 34, 36, 44. പ്രവർത്തനം 3, ഞാനാര്. ഞാനാരെന്ന് ചെടിച്ചട്ടിയിൽ എഴുതൂ. എന്നെ കുറിച്ച് പൂക്കളിൽ എഴുതുകയും വേണം. അപ്പൊ നോക്കിക്കേ മക്കളെ, ചെടിച്ചട്ടിയിലെ വിവിധ സംഖ്യകൾ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോ ഒന്ന് നോക്കൂ, 36നേക്കാൾ 4 കുറവ്. 36നേക്കാൾ 4 കുറവ് എന്ന് പറയുമ്പോൾ 36 കുറയ്ക്കണം 4. 36ൽ നിന്ന് 4 പോയാൽ എത്രയാണ്? 32. ഇനി 31നും 33നും ഇടയിൽ ആ സംഖ്യയും 32 ആണ്. 30നേക്കാൾ 2 കൂടുതൽ, അതായത് 30 കൂട്ടണം 2 32 ആണ്. 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 2, 3 തവണ 10 കൂട്ടുമ്പോൾ 30, അതിലേക്കൊരു 2 കൂടെ കൂട്ടിയാൽ 32. എല്ലാറ്റിന്റെയും ഉത്തരം 32 ആണല്ലേ. അപ്പൊ 32 ഉത്തരം വരുന്ന രീതിയിൽ ബാക്കി പൂക്കളിൽ കൂടെ നിങ്ങൾ ഉത്തരങ്ങൾ എഴുതി കൊടുക്കണം. എങ്ങനെ എഴുതാം മക്കളെ? 30ഉം 2ഉം ചേർന്നത്. 30ലേക്ക് 2 കൂട്ടിയാൽ 32 ആണ്. അപ്പൊ 30ഉം 2ഉം ചേർന്നത്. 3 10ഉം 2 1ഉം. 3 10 എന്ന് പറയുമ്പോൾ 30, 2 1 എന്ന് പറയുമ്പോൾ 2. അപ്പൊ 32. 30 കൂട്ടണം 2 32. 35 കുറയ്ക്കണം 3. 35ൽ നിന്ന് 3 കുറച്ചാൽ 32. 30 കൂട്ടണം 2, അതും 32 ആണ്. പ്രവർത്തനം 4, കണ്ടെത്താം എഴുതാം. അതിലുള്ള ചോദ്യം എ, അടുത്തടുത്ത സംഖ്യകളിൽ വിട്ടുപോയവ എഴുതി ചേർക്കാം. അതായത് തുടർച്ചയായിട്ടുള്ള സംഖ്യകളാണ് എഴുതി കൊടുക്കേണ്ടത്. ആദ്യത്തെ വാഹനത്തിൽ നോക്കൂ, 99, 100, 101. ഇനി രണ്ടാമത്തേതിൽ 121 നമുക്ക് തന്നിട്ടുണ്ട്. അതിന് മുൻപുള്ള സംഖ്യ എത്രയാണ്? അതിനുശേഷമുള്ളത് എന്താണെന്ന് എഴുതണം. 121 മുൻപ് 120, 121 ശേഷം 122, 120, 121, 122. പിന്നെ അവസാനത്തേത് 150, 151,
150 മുൻപ് വരുന്ന സംഖ്യ 149 അപ്പൊ 149, 150, 151. ചോദ്യം ബി പൂർത്തിയാക്കാം. രണ്ട് പാറ്റേണുകളാണ് തന്നിട്ടുള്ളത്. 110, 120, 130. ഇവിടെ 10 വീതമാണ് കൂടി വരുന്നത്. അപ്പൊ 130 കഴിഞ്ഞിട്ട് 140, 150. പിന്നെ രണ്ടാമത്തേത് 160, 150, 140. ഇവിടെ 10 വീതം കുറഞ്ഞാണ് വരുന്നത്. അപ്പൊ 140 നിന്ന് 10 കുറച്ചാൽ അടുത്ത സംഖ്യ കിട്ടും. അതായത് 130, പിന്നെയുള്ളത് 120. പ്രവർത്തനം 5 വരച്ചു ചേർക്കാം. യോജിച്ചവ വരച്ചു ചേർക്കാം. ഇതിലെ ക്വസ്റ്റ്യൻ ആണ്. യോജിച്ചവ വരച്ചു ചേർക്കാം. നോക്കിക്കേ മക്കളെ, ആദ്യത്തേത് ഏതാണ്? ഗോളമാകൃതിയാണല്ലേ. ഗോളാകൃതിയിലുള്ളതിന് ഉദാഹരണമാണ് ഇതിലേത്? പന്ത്. ഓക്കെ, ബോളിലേക്ക് വരച്ചു ചേർക്കാം. പിന്നെ ചതുരസ്തംഭമാണ്. ചതുരസ്തംഭത്തിന് ഉദാഹരണമാണ് ബിസ്ക്കറ്റിന്റെ ഈ പാക്കറ്റ്. അതിലേക്ക് വരച്ചു ചേർക്കാം. പിന്നെയോ മൂന്നാമത്തേത് വൃത്തസ്തംഭമാണ്. വൃത്തസ്തംഭത്തിന്റെ രൂപത്തിലുള്ളത് ദാ മുകളിലുള്ള നമ്മുടെ കോർക്കൊക്കെ വെക്കുന്ന ഈ ബോക്സ് ആണല്ലേ. അതിലേക്ക് യോജിപ്പിച്ച് ചേർക്കാം. ഇതിലെ ചോദ്യം ബി അടുത്തതാര്? ഇവിടെയും ഒരു പാറ്റേൺ ആണ് തന്നിട്ടുള്ളത്. നോക്കൂ, ഒരു ദീർഘചതുരം വരച്ചിട്ട് അതിനൊരു ഭാഗത്തായിട്ട് ഒരു മൂലയിലായിട്ടൊരു വൃത്തം പുറമെ വരച്ചിട്ടുണ്ട്. അതിന്റെ നേരെ എതിർഭാഗത്തൊരു ത്രികോണവും വരച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ വൃത്തത്തിന്റെയും ത്രികോണത്തിന്റെയും സ്ഥാനം മാറി മാറിയാണ് വരുന്നത്. ആദ്യം ഇവിടെ ആയിരുന്നു, പിന്നെ ദാ ഇവിടേക്ക് വന്നു, താഴേക്ക് വന്നു. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ത്രികോണം വരച്ചു കൊടുത്തു. പിന്നെ മൂന്നാമത്തേതിൽ ഇങ്ങനെ വന്നു. നാലാമത്തേതിൽ സ്വാഭാവികമായിട്ടും വൃത്തത്തിന്റെ സ്ഥാനം ഇവിടെ ആയിരിക്കും. അതിന് നേരെ എതിരായിട്ട് ത്രികോണവും വരും. ശരിയായതിന് ടിക്കിടുക. നമ്മളിതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോദ്യം സി കൂട്ടത്തിൽപ്പെടാത്തതിന്റെ ചുറ്റും വട്ടം വരയ്ക്കുക. ഒന്നാമത്തേത് നോക്കിക്കേ, 3, 4 രൂപങ്ങളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും രൂപം ചതുരസ്തംഭത്തിന്റെ രൂപമാണല്ലേ. അവസാനം തന്നിട്ടുള്ള ചോക്ലേറ്റിന്റെ രൂപം ചതുരസ്തംഭത്തിന്റെ രൂപമല്ല. ഓക്കെ, അപ്പൊ അതാണ് കൂട്ടത്തിൽപ്പെടാത്തത്. അതിനു ചുറ്റും വട്ടം വരച്ച് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യ പേപ്പറിൽ ചെയ്ത് നോക്കാനായിട്ടുള്ളത്. ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ഏകദേശം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റ് ആണ്. വരുമെന്ന് ഉറപ്പുള്ളതല്ല, പക്ഷെ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഭാഗങ്ങളെല്ലാം നല്ലതുപോലെ പഠിച്ചു പോവുക. മറ്റു വിഷയങ്ങളുടെ ചോദ്യ പേപ്പറിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്